ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എഡ്യൂഷൻ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ കോയമ്പത്തൂർ സിറ്റിയിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയൊരു കോളേജിലേക്കാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. കോളേജ് ഏതാണെന്ന് പറഞ്ഞാൽ കോയമ്പത്തൂർ സിറ്റിയിൽ തന്നെ വരുന്ന ആദ്യത്തെ ഇൻസ്റ്റിറ്റ്യൂഷനിലേക്കാണ് വന്നിരിക്കുന്നത്. ഇവിടെ വരുന്ന കോഴ്സുകൾ ഏതൊക്കെയാണ് പറഞ്ഞാൽ അലൈഡ് ഹെൽത്ത് സയൻസ് കോഴ്സുകൾ വരുന്നുണ്ട്, അതുപോലെ തന്നെ മാനേജ്മെൻറ്റ്, ആർട്സ് ആൻഡ് സയൻസ് വരുന്നുണ്ട്, എഞ്ചിനീയറിംഗ് വരുന്നുണ്ട്. ബാക്കി കൂടുതൽ വിശേഷങ്ങൾ ഞങ്ങൾ കോളേജിൽ പോയിട്ട് കാണാം. അപ്പോൾ ഈ കാണുന്നതാണ് കോളേജിലെ അഡ്മിഷൻ ബ്ലോക്ക്. നമുക്ക് ഇനി ഇതിനകത്ത് പോയിട്ട് കോളേജിലെ കൂടുതൽ വിശേഷങ്ങൾ അറിയാം. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. എന്നിട്ട് തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കണിൽ ഓൾ എന്നൊരു ഓപ്ഷൻ എനേബിൾ ചെയ്യാം. നിങ്ങൾ കോളേജിൽ പോയി കാണാം. അപ്പോൾ ആദ്യത്തെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ വരുന്ന കോഴ്സുകൾ ഏതൊക്കെയാണ് പറഞ്ഞത്? എഞ്ചിനീയറിംഗ് നോക്കുകയാണെങ്കിൽ സിവിൽ എഞ്ചിനീയറിംഗ് വരുന്നുണ്ട്, അതുപോലെ തന്നെ കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് വരുന്നുണ്ട്, ഇലക്ട്രിക്കൽ ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് വരുന്നുണ്ട്, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് വരുന്നുണ്ട്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് വരുന്നുണ്ട്, ഇൻഫർമേഷൻ ടെക്നോളജി എഞ്ചിനീയറിംഗ് വരുന്നുണ്ട്, പിന്നെ ആർട്ടിഫിഷ്യൽ കമ്പ്യൂട്ടർ സയൻസിൽ തന്നെ സ്പെഷ്യലൈസേഷൻ ഉള്ള ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഡാറ്റ സയൻസ് ഇതും വരുന്നുണ്ട്. അതുപോലെ ആർട്സ് ആൻഡ് സയൻസ് നോക്കുകയാണെങ്കിൽ BA കോഴ്സുകളെല്ലാം വരുന്നത്, അതായത് BCom വരുന്നുണ്ട്, BSc കമ്പ്യൂട്ടർ സയൻസ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഈ പറയുന്ന കോഴ്സുകളെല്ലാം വരുന്നുണ്ട്. അതുപോലെ അലൈഡ് ഹെൽത്ത് സയൻസ് വരുന്ന കോഴ്സുകൾ ഏതൊക്കെയാണ് നോക്കുകയാണെങ്കിൽ BSc ഓപ്പറേഷൻ തിയേറ്റർ ആൻഡ് അനസ്തേഷ്യ ടെക്നോളജി വരുന്നുണ്ട്, കാർഡിയാക് വരുന്നുണ്ട്, റേഡിയോളജി വരുന്നുണ്ട്, MLT വരുന്നുണ്ട്, ഡയാലിസിസ് വരുന്നുണ്ട്, ഫിസിഷ്യൻ അസിസ്റ്റന്റ് വരുന്നുണ്ട്. ഇത്രയും അധികം കോഴ്സുകളാണ് ആദ്യത്തെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ വരുന്നത്. ഈ പറയുന്ന കോഴ്സുകൾക്കെല്ലാം ഓരോ സെപ്പറേറ്റ് ബ്ലോക്കിലായിട്ട് ക്ലാസ് നടക്കും. ലൈക്ക് എക്സാമ്പിൾ പറയുന്നത് എഞ്ചിനീയറിംഗിന് ഒരു ബ്ലോക്ക്, ആർട്സ് ആൻഡ് സയൻസിന് ഒരു ബ്ലോക്ക്, അതുപോലെ തന്നെ അലൈഡ് ഹെൽത്ത് സയൻസിന് ഒരു ബ്ലോക്ക്. അപ്പോൾ ഞങ്ങൾക്ക് ഇനി ഇവിടുത്തെ അക്കാദമിക്സ് എല്ലാം എങ്ങനെയാണ്, പിന്നെ സ്റ്റുഡൻസ് ആയിട്ട് ഇന്ററാക്ട് ചെയ്തിട്ട് ഇവിടുത്തെ കോളേജ് ലൈഫ് എല്ലാം എങ്ങനെയാണ് എന്നുള്ളതെല്ലാം നമുക്ക് ചോദിച്ചറിയാം. ഇവിടെ എഞ്ചിനീയറിങ്ങിന് ഓരോ ഡിപ്പാർട്ട്മെൻറ്റും ഓരോ ബ്ലോക്കുകളായിട്ടും അതുപോലെ തന്നെ സെക്കൻഡ് ഫ്ലോർ തേർഡ് ഫ്ലോർ ഒക്കെ ആയിട്ടാണ് ക്ലാസ്സുകളെല്ലാം നടക്കുന്നത്. ലൈക്ക് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് ഒരു സൈഡ്, അതുപോലെ തന്നെ സിവിൽ എഞ്ചിനീയറിംഗിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് വേറൊരു സൈഡ്. അങ്ങനെയാണ് ഇവിടെ ക്ലാസ്സുകളെല്ലാം നടക്കുന്നത്. എല്ലാ ലാബും നല്ലൊരു അത്യാവശ്യം വെൽ എക്യുപ്ഡ് ആയിട്ടുള്ള ലാബുകളാണ് ഇവിടെ ഉള്ളത്. ഇത് അലൈഡ് ഹെൽത്ത് സയൻസിൻ്റെ ലൈബ്രറിയാണ്. ഇവിടെ എഞ്ചിനീയറിംഗിന് ഒരു ലൈബ്രറി, അതുപോലെ തന്നെ ആർട്സ് ആൻഡ് സയൻസിന് ഒരു ലൈബ്രറി, അതുപോലെ തന്നെ അലൈഡ് ഹെൽത്ത് സയൻസിനും ഒരു ലൈബ്രറി. അപ്പോൾ എല്ലാം സെപ്പറേറ്റ് ആയിട്ടുള്ള ലൈബ്രറിയാണ്. ഇത് അലൈഡ് ഹെൽത്ത് സയൻസിൻ്റെ ക്ലാസ് റൂമാണ്. ഇവിടെ ഓരോ കോഴ്സിനും അലൈഡ് ഹെൽത്ത് സയൻസിനും ഓരോ കോഴ്സിനും ഓരോ ക്ലാസ് റൂം തന്നെയാണ് ഇവിടെയും വരുന്നത്. അതുപോലെ തന്നെ ലാബ്സ്, അതാത് കോഴ്സുകളുടെ ലാബെല്ലാം ഇവിടെ വരുന്നുണ്ട്. എല്ലാ ലാബ്സിലും എല്ലാ എക്യുപ്മെൻറ്റ്സും ഉള്ള നല്ലൊരു ഹൈടെക് ലാബ് തന്നെയാണ് ഇവിടെ വരുന്നത്. ഞങ്ങൾക്ക് ഇനി ഇവിടുത്തെ അലൈഡ് ഹെൽത്ത് സയൻസിൽ ഫാക്കൽറ്റി ഉണ്ട്. നമുക്ക് അവരോട് കുറച്ച് കൂടുതൽ ഡീറ്റെയിൽസ് ചോദിച്ചറിയാം. നമസ്കാരം. സാറ് മലയാളിയാണ്? അതെ, മലയാളിയാണ്. നാട്ടിൽ നമ്മൾ തൃശ്ശൂരാണ്. അതെ. സാർ ഏത് ഡിപ്പാർട്ട്മെൻറ്റ്? ഞാൻ പെർഫ്യൂഷൻ ഫാക്കൽറ്റിയാണ്. അലൈഡ് ഹെൽത്ത് ഇവിടെ ഒരു 6 കോഴ്സുകൾ അവൈലബിൾ ആണ്. സോ അതിൽ പെർഫ്യൂഷൻ ഫാക്കൽറ്റിയാണ് ഞാൻ. പെർഫ്യൂഷൻ. സാർ ഞാൻ വന്നിട്ടുള്ള പർപ്പസ് എന്താണ് പറയാം, നമ്മളൊരു വ്ളോഗ് ചെയ്യുന്നുണ്ട്, യൂട്യൂബിൽ ഒരു വ്ളോഗ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കേരളത്തിൽ ധാരാളം സ്റ്റുഡൻസ് കോയമ്പത്തൂരൊക്കെ വന്ന് പഠിക്കുന്നുണ്ട്. അതെ അതെ. സോ അപ്പോൾ ഞങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുക്കാം, വ്ളോഗ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് വന്നതാണ്. അപ്പോൾ അതിനുവേണ്ടി കൂടുതൽ ഡീറ്റെയിൽസ് സാറിന് ചോദിച്ചറിയാൻ വേണ്ടി. ചോദിച്ചു. അപ്പോൾ ഇവിടെ ഏത് കോഴ്സുകൾ വരുന്നുണ്ട്? ഇവിടെ ആക്ച്വലി BSc ഫിസിഷ്യൻ അസിസ്റ്റൻറ്റ് വരുന്നുണ്ട്, BSc കാർഡിയോ പൾമണറി പെർഫ്യൂഷൻ കെയർ ടെക്നോളജി വരുന്നുണ്ട്, BSc ഡയാലിസിസ് ടെക്നോളജി വരുന്നുണ്ട്, BSc ഓപ്പറേഷൻ തിയേറ്റർ ആൻഡ് അനസ്തേഷ്യ ടെക്നോളജി വരുന്നുണ്ട്, BSc മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജി വരുന്നുണ്ട്, അതുപോലെ തന്നെ BSc റേഡിയോഗ്രഫി ആൻഡ് ഇമേജിംഗ് ടെക്നോളജി. സോ ഈ 6 കോഴ്സസാണ് ഇപ്പോൾ നിലവിൽ
ഉള്ളത്. ഇവിടെ ക്ലാസ് ഒക്കെ എങ്ങനെയാണ് എടുക്കുന്നത്? ക്ലാസ്സസ് പൊതുവെ എല്ലാം ഇംഗ്ലീഷ് മീഡിയമാണ്. കൂടുതൽ ഇവിടെ അസിസ്റ്റൻറ്റ് പ്രൊഫസേഴ്സ്, അസോസിയേറ്റ് പ്രൊഫസേഴ്സാണ് കൂടുതൽ ഇവിടെ ക്ലാസ്സസ് എടുക്കുന്നത്. എല്ലാവരും MSc PhD കഴിഞ്ഞവരാണ് കൂടുതൽ ഇവിടെ ക്ലാസ്സസ് എടുക്കുന്നത്. ഏകദേശം ഒരു 3 to 4 up to 10 years എക്സ്പീരിയൻസിലുള്ളവരടക്കം ഇവിടെ ക്ലാസ്സസ് എടുക്കുന്നുണ്ട്. സോ കൂടുതൽ ഇവിടെ മലയാളികളാണ്, സ്റ്റുഡൻസ് കൂടുതൽ മലയാളികളാണ്. അതുകൊണ്ട് ഞാൻ സാധനം ചോദിച്ചു ക്ലാസ് എങ്ങനെയാണ് എടുക്കുന്നത്. കേരളത്തിൽ നിന്ന് വരുന്ന കൂടുതൽ സ്റ്റുഡൻസിന് ഡൗട്ട് എന്താ പറഞ്ഞാൽ തമിഴ്നാട് ആയതുകൊണ്ട് എസ്പെഷ്യലി തമിഴിൽ ക്ലാസ് എടുക്കും എന്ന്. അതെ, ഇവിടെ മോഡ് ഓഫ് ലാംഗ്വേജ് ഒന്ന് ഇംഗ്ലീഷ് ആയതുകൊണ്ട് എല്ലാവർക്കും വന്നിട്ട് ഈക്വലി ഇമ്പോർട്ടൻസ് കൊടുത്താണ് എടുക്കുന്നത്. സോ ക്ലാസ്സസ് ആസ് യൂഷ്വൽ എല്ലാവരുടെയും ഉള്ള പോലെ തന്നെ ഹെൽത്ത് സയൻസ് റിലേറ്റഡ് ഡിപ്പാർട്ട്മെൻറ്റ് ആയതുകൊണ്ട് സോ നമുക്ക് 6 കോഴ്സസ് ഉള്ളൂ. ഇനിയും ഇതിൽ കൂടുതൽ കോഴ്സസുകളുണ്ട്. പക്ഷേ നിലവിൽ ഇപ്പോൾ 6 കോഴ്സസ് ഇവിടെ ഉള്ളൂ. ക്ലിനിക്കൽ പോസ്റ്റിംഗ് ഒക്കെ എങ്ങനെയാണ്? ക്ലിനിക്കൽ പോസ്റ്റിംഗ് ഇവിടെ ആക്ച്വലി ലിങ്ക്ഡ് ആണ്. സോ ഇവിടെ നിന്ന് തന്നെ ഹോസ്പിറ്റലുകൾക്ക് പോസ്റ്റിങ്ങൾക്ക് അയക്കും. മന്ത്ലി വൺസ് അവർക്ക് പോസ്റ്റിങ്ങിന് അയക്കും. സോ ഇവർക്ക് ഫുൾ ഡേ ഹോസ്പിറ്റലിലായിരിക്കും അവർ ട്രെയിൻഡ് ആവുക. സോ അത് കഴിഞ്ഞ് ഒരു 6 മാസം കൂടുമ്പോൾ അവർക്കൊന്ന് റിവ്യൂ എടുക്കും. സോ റിവ്യൂ എടുത്ത് അവരുടെ സ്റ്റഡീസ് എങ്ങനെയാണെന്ന് നോക്കിയതിന് ശേഷം അതിൻ്റെ ഫീഡ്ബാക്ക് ഫോം സ്റ്റുഡൻസിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങി നമ്മളതിന് തന്നമായിട്ടുള്ള ചേഞ്ചസ് ചെയ്ത് കൊടുക്കും. ഓക്കെ. പിന്നെ പ്ലേസ്മെൻറ്റ്സ് ഒക്കെ ഇവർ തന്നെ ആക്ച്വലി ഹെൽപ്പ് ചെയ്ത് കൊടുക്കും. ഇവർക്ക് 3 year കോഴ്സാണ്. മോസ്റ്റ്ലി എല്ലാ കോഴ്സും 3 year കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 1 year ഇൻറ്റേൺഷിപ്പ് കോഴ്സ് ആയിരിക്കും. സോ ആ ഇൻറ്റേൺഷിപ്പ് വന്നിട്ട് ഇവർ തന്നെ റെഡിയാക്കി കൊടുക്കുന്നതായിരിക്കും. സോ ഇവരുടെ ഹോസ്പിറ്റൽസിലേക്ക് തന്നെ ഇവർ വന്നിട്ട് ജോബോടുകൂടി പ്ലേസ് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും. ഇവിടുത്തെ ഹോസ്റ്റലും അതുപോലെ തന്നെ ഫുഡൊക്കെ എങ്ങനെയാണ്? ഹോസ്റ്റൽ ഫുഡൊക്കെ കൂടുതലും എല്ലാ തരത്തിലുള്ള ഫുഡ് ഇവർ കൊടുക്കുന്നുണ്ട്. കൂടുതൽ സൗത്ത് ഇന്ത്യൻ ഫുഡാണ്. ഇപ്പോൾ തമിഴ്സിനായാലും മലയാളീസിനായാലും രണ്ടുപേർക്കും ഓക്കെ എന്നുള്ള രീതിയിലാണ് ഭക്ഷണം നന്നായി പോയിക്കൊണ്ടിരിക്കുന്നത്. സ്റ്റുഡൻസിന് സൈഡിൽ നിന്ന് വേറെ അങ്ങനെ ഒരു നെഗറ്റീവ് ഫീഡ്ബാക്കൊന്നും ഇല്ല ഇതുവരെ. പിന്നെ ഇവർക്ക് ഹോസ്റ്റൽ ക്യാമ്പസിൻ്റെ ഉള്ളിൽ തന്നെയാണ്. ആക്ച്വലി കോളേജ് ക്യാമ്പസിൻ്റെ ബാക്ക് സൈഡായിട്ടാണ് ഹോസ്റ്റൽ ക്യാമ്പസ്. ബോയ്സിന് തനിയെ ഹോസ്റ്റലാണ്. അതിന് അടുത്ത് വന്നിട്ട് ക്യാൻറ്റീനാണ്. ക്യാൻറ്റീൻ്റെ അടുത്തത് ഗേൾസ് ഹോസ്റ്റൽ. ആക്ച്വലി രണ്ടുപേരും ലിങ്ക്ഡ് അല്ല. തന്നെ എൻട്രൻസ് ആണ് ബോയ്സിനും ഗേൾസിനും. പിന്നെ ഇവൻ്റെ അക്കാദമിക്സ് ലീവ് എല്ലാം എങ്ങനെയാണ്? അക്കാഡമിക് ലീവ് അക്കോർഡിംഗ് ടു ദി അക്കാഡമിക് കലണ്ടർ വന്നിട്ട് ഒരു ഇയർലി അവർ വന്നിട്ട് അക്കാഡമിക് കലണ്ടർ ഇടും. സോ ആ അക്കാഡമിക് കലണ്ടർ അനുസരിച്ച് ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ലീവ് ഡേയ്സ് മാത്രമാണ് ലീവ്സ് ഉള്ളൂ. ബാക്കിയുള്ള എല്ലാ ഡേയ്സും വന്നിട്ട് വർക്കിംഗ് ഡേയ്സ് ആയിരിക്കും. ഇവിടെ മോസ്റ്റ്ലി എല്ലാവിധ ആക്ടിവിറ്റീസും എൻകറേജ് ചെയ്യുന്ന ഒരു കോളേജാണ്. പിന്നീട് ഓണം സെലിബ്രേഷൻസ് അങ്ങനെയുള്ള അതാണ് ഞാൻ പറഞ്ഞത്. എല്ലാ ഈവൻസും വന്നിട്ട് ഇവിടെ ആക്ച്വലി നടക്കും. സോ അതുകൊണ്ട് തന്നെ എല്ലാവിധ അക്കാഡമിക് ഈവൻസും വന്നിട്ട് എൻകറേജ് ചെയ്ത് എല്ലാ സ്റ്റുഡൻസും ഇപ്പോൾ തമിഴ്സ് ആയാലും മലയാളീസ് ആയാലും ചിലവർ കർണാടക സൈഡിൽ നിന്ന് വരുന്നവരുണ്ട്. സോ എല്ലാവരെയും വന്നിട്ട് ഓൾ ഈക്വലി എൻ്റർടൈൻമെൻറ്റ് ചെയ്യുന്ന ഒരു കോളേജാണ്. ഇവിടെ എഡ്യൂക്കേഷൻ ലോൺ എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സ്റ്റുഡൻസിന്. ആക്ച്വലി ഇത് ഓഫീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിങ്ങൾ ചോദിച്ചാൽ അറിയാം. കൂടുതലും എല്ലാവിധ ലോൺസും എല്ലാവിധ ഒരു ബാക്കപ്പ് അവരുടെ സൈഡിൽ നിന്ന് ഉണ്ടാവും, ഒരു സപ്പോർട്ട് ഉണ്ടാവും. സാർ ഇവിടുത്തെ അക്കാദമിക്സ് അതുപോലെ തന്നെ പാസ് പെർസെൻറ്റേജ് എല്ലാം എങ്ങനെയാണ്? ഇവിടെ ആക്ച്വലി 100% റിസൾട്ടാണ് ഇവിടെ എല്ലാവരും മാക്സിമം പാസ്സായി പോകുന്ന ഒരു കോളേജാണ്. ഇവിടെ പൊതുവെ അങ്ങനെ ഒരു എന്താ പറയുക ഒരു ബാക്കപ്പ് നോക്കിയിട്ട് അങ്ങനെ ഒരു ഫോൾട്ട് വരുന്നതില്ല സ്റ്റുഡൻറ്റ് സൈഡിൽ നിന്ന്. മാക്സിമം നമ്മൾ മിനിമം ക്വാളിഫിക്കേഷൻ വെച്ച് ഒരു 65%ഓളം ഡിഗ്രി +2 മാർക്കുള്ളവരെയാണ് നമ്മൾ ഡിഗ്രിക്ക് അഡ്മിഷൻ എടുക്കുന്നത്. സോ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഓൾറെഡി എല്ലാവരും വലിയ എഡ്യൂക്കേറ്റഡ് ആയിരിക്കും. അവർ +2 തന്നെ നന്നായി പാസ് ഔട്ടായി വരുന്ന പിള്ളേരുകളായിരിക്കും. സോ അതുകൊണ്ട് തന്നെ മാക്സിമം ഇവിടെ നല്ലൊരു 10% റിസൾട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. കേരളത്തിൽ നിന്ന് വരുന്ന സ്റ്റുഡൻസിന് ഇവിടെ ഈസിലി ആക്സസിബിൾ ട്രാവലൊക്കെ എങ്ങനെയാണ്? ഈസിലി ആക്സസിബിൾ ആണ്. ഇവിടെ നിന്ന് ആക്ച്വലി കുറച്ച് ദൂരമേ ഉള്ളൂ. നമുക്ക് ബസ് സ്റ്റാൻഡ് ആണെങ്കിലും സിറ്റിയൊക്കെ വളരെ അടുത്താണ്. സിറ്റിനോട് കൂടുതൽ ചേർന്നുള്ള ഒരു സ്ഥലമാണ്. സോ ഇവിടെ നമുക്ക് ഈസിലി ആക്സസിബിൾ ആണ്. എയർപോർട്ടായാലും റെയിൽവേ സ്റ്റേഷൻ ആയാലും ബസ് സ്റ്റാൻഡ് ആയാലും ഈസിലി ആക്സസിബിൾ ആണ്. ഓക്കെ, താങ്ക് യു സാർ. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞു തന്നതിന് വലിയ. അപ്പോൾ ഇവിടെ കുറച്ച് സ്റ്റുഡൻസ് ഉണ്ട്. ഞങ്ങൾക്ക് ഇവരുടെ അടുത്ത് കൂടുതൽ ഡീറ്റെയിൽസ് ചോദിച്ചറിയാം. ഹലോ. ഓക്കെ, നിങ്ങളെ പേര്? എൻ്റെ പേര് ജിൻഡോ എന്നാണ്. എവിടെ നിന്ന് വരുന്നത്? ഞാൻ മലപ്പുറം ജില്ലയിൽ നിലമ്പൂരിൽ നിന്ന് വരുന്നു. ആഷിഖ് മലപ്പുറം കോട്ടക്കൽ. അയറിൻ തൃശ്ശൂർ. ലിയാന തൃശ്ശൂർ. രാധിക എറണാകുളം. ഏഞ്ചൽ തൃശ്ശൂർ. റഫ്ന മലപ്പുറം. ജിംഷ മലപ്പുറം. ഓക്കെ, നിങ്ങളൊക്കെ പഠിക്കുന്ന ഏത് കോഴ്സാണ്? ഞാൻ MLT BSc MLT സെക്കൻഡ് ഇയർ. ഞാൻ MLT സെക്കൻഡ് ഇയർ ആണ്. ഞങ്ങൾ തേർഡ് ഇയർ RIT സ്റ്റുഡൻസ്. ഞാൻ സെക്കൻഡ് ഇയർ RIT. സെക്കൻഡ് DT. എല്ലാവരും അലൈഡ് ഹെൽത്ത് സയൻസ്. ഓക്കെ, എങ്ങനെയാണ് ക്ലാസ് ഒക്കെ എങ്ങനെയുണ്ട്? ക്ലാസ് എല്ലാം അടിപൊളിയാണ്. ടീച്ചേഴ്സ് ആയാലും ഫാക്കൽറ്റി ആയാലും അവിടെ നല്ല നോളജബിൾ ആണ്, സപ്പോർട്ടീവ് ആണ്. ഓക്കെ, നിങ്ങൾ ക്ലാസ് ഒക്കെ എടുക്കുന്നത്? കുഴപ്പമൊന്നുമില്ല, എല്ലാം നന്നായിട്ടാണ് എടുക്കണത്. ഓക്കെ, ക്ലാസ് ഒക്കെ എടുക്കുന്ന ലാംഗ്വേജ്? ഇംഗ്ലീഷും ഉണ്ട്, മലയാളവും ഉണ്ട്,
തമിഴുണ്ട്, എല്ലാം കുഴപ്പമൊന്നുമില്ല, എല്ലാം നന്നായിട്ട് തന്നെ മനസ്സിലാവും മനസ്സിലാവും. മനസ്സിലാവും. ഓക്കെ. പിന്നെ ഇവിടെ ഫുഡൊക്കെ എങ്ങനെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്? നിങ്ങളുടെ ഹോസ്റ്റൽ ഫുഡും ഫുഡൊക്കെ നമുക്കിപ്പോൾ കേരളച്ചാണ് കൂടുതലുള്ളതുകൊണ്ട്, മലയാളീസ് കൂടുതലുള്ളതുകൊണ്ട് ഇപ്പോൾ കേരള റൈസ് ഒക്കെ അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് ഓക്കെ ആണ്. പിന്നെ ഹോസ്റ്റൽ ഫുഡാണ് കംഫർട്ടബിൾ ആണ് കമ്പാരിറ്റീവ്ലി. കമ്പയറിൽ. പിന്നെ നിങ്ങൾക്ക് ഇവിടെ ഔട്ടിംഗ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്? ഉണ്ട്. ഓക്കെ, അതെങ്ങനെയാണ് ഔട്ടിങ്? അതിപ്പോ ഞങ്ങൾക്ക് മന്ത്ലി ഇപ്പോൾ സാറ്റർഡേ സൺഡേ ഹോളിഡേ ആകുമ്പോൾ ഏതെങ്കിലും ഒരു ദിവസം നമുക്ക് കിട്ടും. മന്ത്ലി ഒരു 2-3 പ്രാവശ്യം നമുക്ക് ഔട്ടിങ് കിട്ടും. പിന്നെ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഇപ്പോൾ എമർജൻസീസ് ഉണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും പുറത്ത് പോകണമെന്നുണ്ടെങ്കിൽ ക്ലാസ്സസ് കഴിഞ്ഞ് ഈവനിങ്ങിൽ പിന്നെ അതോറിറ്റീസിൻ്റെ അടുത്ത് ഔട്ട് പാസ് മേടിച്ച് പോവാം. ലൈക്ക് ഭയങ്കര ലേറ്റ് ആവരുത്, ഒരു 6 മണിക്ക് ആകുമ്പോഴേക്കും നമ്മൾ കയറണം, അങ്ങനെ റെസ്ട്രിക്ഷൻ ഉണ്ടെന്നുള്ളൂ. ഇങ്ങനെ ഞായറാഴ്ച മോസ്റ്റ് ഓഫ് ദ സൺഡേസ് ഔട്ടിംഗ് ഒക്കെ തന്നെയാണ്. ഔട്ടിങ് ബോയ്സിന്റെ ഹോസ്റ്റൽ ക്യാമ്പസിന്റെ ഉള്ളിൽ തന്നെയാണോ അതോ ഉള്ളു തന്നെ. ക്യാമ്പസിന്റെ ഉള്ളിൽ തന്നെ? നിങ്ങളുടെ ഔട്ടിങ് എന്തൊക്കെ സെയിം തന്നെയാണോ? സെയിം തന്നെ. സെയിം തന്നെ. നിങ്ങളുടെ കൾച്ചേഴ്സും അതുപോലെ തന്നെ സ്പോർട്സ് ഒക്കെ എങ്ങനെയാണ്? പ്രോഗ്രാംസ് ഒക്കെ അധികം ഉണ്ട്. അടിപൊളിയാണ്. ഇത് പിന്നെ എല്ലാം ഉണ്ട് ഇവിടെ. എഞ്ചിനീയറിംഗും MBA ആർട്സ് എല്ലാം ഉണ്ട്. എല്ലായിട്ട് ഇന്റർ കോളേജ് പരിപാടി, ഇന്റർ കോളേജ് വേറെ കോളേജ് ആയിട്ട് പരിപാടി, അങ്ങനെ ഒരു ഇയർലി ഒരു 4-5 അതിന് മേലെ നടക്കുന്നുണ്ട്. പരിപാടിക്ക് ഒരു കുറവില്ല. അടിപൊളിയാണ്. അല്ല, മാമിന്റെ വരുന്നുള്ളൂ ജൂൺ 3-ന്. കഴിഞ്ഞ ഞങ്ങൾക്ക് ശങ്കർ ആളുടെ ഒരു ഷോ ഉണ്ടാവും. നിങ്ങളുടെ മാനേജ്മെന്റ് ഒക്കെ എങ്ങനെയാണ്? മാനേജ്മെന്റ് എല്ലാ കാര്യത്തിലും സപ്പോർട്ടീവ് ആണ്. നമ്മൾ എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും അവരപ്പം തന്നെ, ഇപ്പോൾ ഹോസ്റ്റലിലായാലും മെസ്സിലായാലും എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിലും അപ്പം തന്നെ അവർ റെക്ടിഫൈ ചെയ്യും. പ്രശ്നങ്ങൾ പോയി നിങ്ങൾക്ക് ഇവിടെ വന്നു പോകാനൊക്കെ എല്ലാം അടുപ്പാണ്. റെയിൽവേ സ്റ്റേഷൻ അടുത്താണ്, ബസ് സ്റ്റാൻഡും അടുത്ത് തന്നെയാണ്. ഇവിടെ ബസ് അവൈലബിൾ ആണ്. നിങ്ങൾ LBS അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു? കേരള ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കിട്ടാത്തതുകൊണ്ടാണ് അങ്ങോട്ട് വന്നാൽ കിട്ടാത്തതാണ്. +2 എങ്ങനെയുണ്ടായിരുന്നു മാർക്ക്? 85%. എല്ലാവർക്കും ഉണ്ടാവും. ഓക്കെ. നിങ്ങൾ എന്തായാലും ഇവിടെ കോളേജ് ലൈഫും എല്ലാം ഞങ്ങൾ എൻജോയ് ചെയ്യാൻ പറ്റുന്നല്ലേ? ആവശ്യത്തിന് എൻജോയ്മെന്റും അതിന്റെ ഒപ്പം തന്നെ പഠിത്തവും കൊണ്ടുപോകുന്നുണ്ട്. ഇവിടെ കോൺഫറൻസുകൾ ഉണ്ടാവാറുണ്ട്. ഇപ്പം ഞങ്ങൾക്ക് ഹെൽത്ത് സയൻസ് ആയതുകൊണ്ട് നമുക്ക് സർട്ടിഫിക്കറ്റ്സും എക്സ്പോഷർ വേണം. അപ്പോൾ നാഷണൽ ലെവലിൽ ഇപ്പം ഞങ്ങൾക്ക് RIT കോൺഫറൻസ്, OTT എല്ലാ ഡിപ്പാർട്ട്മെന്റും അതാത് കോൺഫറൻസുകൾ ഉണ്ടാവാറുണ്ട്. ഇപ്പം അക്കാഡമിക്സ് ആണെങ്കിലും കൾച്ചറൽസ് ആണെങ്കിലും സ്പോർട്സ് ആണെങ്കിലും എല്ലാം ബാലൻസ് ഔട്ട് ചെയ്തിട്ട് ഞങ്ങൾക്ക് നല്ലൊരു സെഷൻ കിട്ടാറുണ്ട്. ഓക്കെ. നിങ്ങൾ ആരെങ്കിലും എഡ്യൂക്കേഷൻ ലോണാണോ അങ്ങനെ? അതെ, എഡ്യൂക്കേഷൻ ലോണ് ഇപ്പോൾ ഞാൻ ലോണിലാണ് പഠിക്കുന്നത്. എഡ്യൂക്കേഷൻ ലോണ് ഇപ്പോൾ ഇവിടുന്ന് കോളേജിൽ നിന്ന് നമുക്ക് അതിനുള്ള ഫോംസ് ഒക്കെ പ്രൊവൈഡ് ചെയ്ത് നമുക്ക് അതിനനുസരിച്ചിട്ട് വേണമെങ്കിൽ ചെയ്യാം. നമ്മളിപ്പോൾ ഏത് ബാങ്കാണ് ചൂസ് ചെയ്യുന്നതെന്നനുസരിച്ചിട്ട് അതിൽ പഠിക്കുന്ന കുറേ പിള്ളേരുണ്ട് ഇവിടെ. അതൊക്കെ ഫെസിലിറ്റീസ് ഒക്കെ ഉണ്ട്. ഇവിടെ പഠിക്കുന്ന ധാരാളം സ്റ്റുഡൻസ് മലയാളി സ്റ്റുഡൻസ് തന്നെയാണ്. ഇവിടെ പ്രോബബ്ലി കോയമ്പത്തൂർ കോളേജ് പ്രോബബ്ലി ഈ കോളേജിലാണ് മലയാളീസ് കൂടുതൽ. അപ്പൊ അതും ഒരു പോസിറ്റീവ് ഇതാണ്. കുറെ പേര് ഈ കോളേജ് ചൂസ് ചെയ്യാൻ മലയാളീസ് കൂടുതൽ. നമുക്കൊരു വേറെ നാട്ടിൽ നിന്ന് പഠിക്കുന്ന ഒരു ഫീൽ ഇല്ല. കൂടുതലും മലയാളീസ് ആയതുകൊണ്ട് ഇന്ററാക്ഷൻ ഒക്കെ ഒന്നും കൂടി ഈസിയാണ്. വേറെ അതർ സ്റ്റേറ്റിലെ സ്റ്റുഡൻസ് ഉണ്ട്, വേറെ അതർ തമിഴ് സ്റ്റുഡൻസ് ഉണ്ട്, വേറെ സ്റ്റുഡൻസ് ഒക്കെ ഉണ്ട്. എന്നാലും കുറവാണ്. പ്രോബബ്ലി മലയാളീസ് ആണ്. ഇതിൽ തേർഡ് ഇയർ സ്റ്റുഡൻസ് ഇല്ലേ? അപ്പൊ നിങ്ങളുടെ റിസൾട്ട് സെക്കൻഡ് ഇയറിലെ റിസൾട്ട് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നില്ലേ? സെക്കൻഡ് ഇയറിൽ വന്നിട്ടില്ല. നമ്മൾ സെക്കൻഡ് ഇയർ ഇപ്പൊ ഫസ്റ്റ് ഇയർ എങ്ങനെയുണ്ടായിരുന്നു ക്ലാസ്സിലെ ഓൾമോസ്റ്റ് റിസൾട്ട് ഒക്കെ? നമ്മളിങ്ങനെ കറക്റ്റ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞങ്ങളുടെ സാർ കുറച്ച് എക്സ്പീരിയൻസ് ഉള്ള സാറായാണ്ട് പുള്ളി ആവശ്യത്തിനുള്ള കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ നല്ല സുഖം, ഞങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടൊന്നും തോന്നിയൊന്നുമില്ല. നന്നായിട്ട് തന്നെയാണ് പഠിപ്പിച്ചതൊക്കെ. എല്ലാം ഞങ്ങൾക്ക് ഒരു ഇപ്പം എക്സാമിന് മുന്നായാലും ഞങ്ങൾക്ക് 1 മാസം 2 മാസം നന്നായിട്ട് പഠിപ്പിച്ച് തന്ന് ടെസ്റ്റുകൾ, യൂണിറ്റ് വൈസ് ടെസ്റ്റുകൾ വെച്ച്, അതായത് ഒരു സ്ഥലം പോലും വിടാതെ എല്ലാ പിള്ളേരെയും പിടിച്ച് നല്ല വൃത്തിക്ക് തന്നെയാണ് അവർ പഠിപ്പിച്ചെടുത്തത്. അതുകൊണ്ട് തന്നെ ആവശ്യത്തിന് റിസൾട്ടും ഉണ്ട്. നല്ല റിസൾട്ട്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ ഞങ്ങൾക്ക് റെഫർ ചെയ്യിപ്പിച്ച് നല്ല രീതിയിൽ തന്നെ പഠിപ്പിച്ചത്. ലൈക്ക് റിവിഷന് ഇവിടെ ഒരു കുറവില്ല. നല്ല പാസ്സായിട്ട്. ഓക്കെ. ജൂൺ 3-നല്ലേ ചിത്ര ചേച്ചി വരുന്നത്? അപ്പൊ എല്ലാവരും നല്ല എക്സൈറ്റഡ് ആണ്. ഓക്കെ. എന്നാലും നല്ല ഹാപ്പിയാണല്ലേ? കോളേജ് ലൈഫും എല്ലാം നല്ല രീതിക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ. അപ്പോൾ എന്തായാലും കുറേ ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞതിന് സന്തോഷമുണ്ട്. താങ്ക്സ്. ഇപ്പോൾ ഇവിടുത്തെ പ്രിൻസിപ്പൽ മാഡം ഉണ്ട്. പ്രിൻസിപ്പൽ മാഡത്തിൻ്റെ കൂടെ ഡീറ്റെയിൽസ് ചോദിച്ചാൽ. എക്സ്ക്യൂസ് മീ. ഗുഡ് ഈവനിങ്. യുവർ ലൈൻ? I'm Deepa Prabhakar, Dean of this institution. And this Aditya we have started in October 2019 with 35 admissions. And because we got approval only in October and the admissions got closed in November. So adukapram we got it. So 2019 we started. It's 2023, almost 4 years over. And we have a strength of around 220 students.
And we actually I'm not comparing with anybody, but still I need to tell something that we are all into not only the education part, not only the internship part, but in நிறைய extracurriculars. That is, we have so much seminars, so much conferences, so much programs, and so many doctors coming in for the programs, and நிறைய exposures we are giving apart from the internship and also your studies. And we have regular teachers also, and apart from that we have doctors coming for classes. Adukaprom we have all the activities at colleges compared to the education and the internship. We have more of activities, and here we are not so strict, but we are disciplined. Discipline is a must here, and phones are not allowed like this. And you have a hostel also. Most of my students are in the hostel because the internship starts from morning 6 o'clock to night 11 o'clock. So most of the students we can't. It is mandatory to be in the hostel, and we have a nice accommodation and food. Everything is being provided. So But then clinical postings are. Clinical postings, we have nearly 23 hospitals tie-up. I don't get just one hospital tie-up because exposure has to be there. So, ஒரு தடவை இந்த ஹாஸ்பிட்டல் போனாங்கன்னா next time the students will not go to the same hospital. They go to the different hospital. So, ஒரு வருஷத்துக்கு we are giving 1 year, 60 days of internship. 60 working days of internship is been allotted. So after that, the second year 60 working days, third year 60 working days, and fourth year will be 365 days your internship. Then college affiliations. It is affiliated to Dr. Vijay Medical University. Then ragging issues. We don't have any ragging issues. So far, we have not faced any ragging issues in the college. We have not. It is strictly prohibited. Okay, thanks ma'am. Thank you so much. അപ്പോൾ ഇത്രയൊക്കെയാണ് ആദ്യത്തെ ഇൻസ്റ്റിറ്റ്യൂഷനിലെ വിശേഷങ്ങൾ. ഇവിടെ വരുന്ന കോഴ്സുകൾ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ എഞ്ചിനീയറിംഗ്, അതുപോലെ തന്നെ അലൈഡ് ഹെൽത്ത് സയൻസ്, ആർട്സ് ആൻഡ് സയൻസ്, പിന്നെ അതുപോലെ തന്നെ മാനേജ്മെൻറ്റ്, ഈ പറയുന്ന കോഴ്സുകളൊക്കെയാണ് ഇവിടെ വരുന്നത്. ഇനി നിങ്ങൾക്ക് ഏതെങ്കിലും കോഴ്സുകളെ പറ്റി ഡീറ്റെയിൽസ് അറിയാനോ അതുപോലെ അഡ്മിഷൻ്റെ പ്രൊസീജിയേഴ്സ് അറിയാനും അഡ്മിഷനായിട്ട് നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.